മക്കളെ ഗുഡ് മോർണിംഗ്. ഹലോ, ഇതാരാ പുതിയ ആളെ നോക്കണ്ടാവില്ലേ? ഓക്കെ, ഇത്ര നേരം കേട്ട സൗണ്ട് എൻ്റെ തന്നെയായിരുന്നു, വേറെ ആരുടെ അല്ല. സോ അവിടെ മക്കളെ മാർക്ക് എല്ലാവരും നോക്കിയില്ലേ? സോ ഹാൻഡ് റൈസ് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഓക്കെ ഡൺ. മക്കളെ 15 ഔട്ട് ഓഫ് 15 ഉണ്ടോ? നിരാശപ്പെടുത്തല്ലേ? ഉണ്ട് അല്ലേ? ഓക്കെ. ആ ഹാൻഡ് റൈസ് വരുന്നുണ്ട്. 14.5. ഓക്കെ 14 14 പേര് വരുന്നുണ്ട്. 13.5. 1.5 ഇപ്പോൾ എവിടെ പോയിന്ന് അറിയണം. ഓക്കെ 13. ഇവിടുന്ന് അറിയണില്ലല്ലോ. 12.5. ഓക്കെ 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 ലാസ്റ്റ് 12. ഇനി 10 മുകളിലുള്ളവരെല്ലാവരും ഹാൻഡ് റൈസ് ചെയ്തേ. 10 ഓർ എബോവ്. ആ അപ്പോൾ ഏകദേശം സെറ്റായി. ഓക്കെ മക്കളെ മാർക്ക് എവിടെ പോയി? ഡെറിവേഷനിൽ പോയോ അതോ പ്രോബ്ലത്തിൽ പോയോ? ഡെറിവേഷനാണോ പ്രോബ്ലത്തിലാണോ? ഓക്കെ 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 ശരി ശരി ശരി. സോ മക്കളെ, സോ ഇന്ന് ഞാനാണ് ക്ലാസ്. സോ നമ്മൾ റേ ഒപ്റ്റിക്സിൻ്റെയും അതുപോലെ ന്യൂക്ലിയുടെയും ഓക്കെ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി എക്സാമിന് ചെയ്ത പ്രോബ്ലംസ് കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യുക, കുഴപ്പമില്ല. പ്ലസ് എക്സ്ട്രാ 1-2 പ്രോബ്ലംസും കൂടി ഡിസ്കസ് ചെയ്യാൻ. ഒരുപാടെണ്ണം ഒന്നുമില്ല, ഒരു 5-6 പ്രോബ്ലംസ് മാക്സിമം. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. നമുക്ക് റേ ഒപ്റ്റിക്സിൽ വളരെ റിപ്പീറ്റഡ് ആയി ചോദിക്കാൻ ചാൻസ് ഉള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. സോ മാക്സിമം നമുക്ക് ഈ ഒരു ലെവലിൽ എന്ത് ചെയ്യാറുള്ളൂ, ചോദിക്കാറുള്ളൂ. അപ്പോൾ ഇന്ന് ചോദിച്ച പോലെ തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണെന്നും എന്നുള്ള കേസ് അല്ലെങ്കിൽ മീഡിയത്തിൻ്റെ എന്താണ് കണ്ടുപിടിക്കാനും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയോ അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഈ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് ചോദിക്കാറുള്ളൂ. സോ അത് എന്താണ് കോൺസെപ്റ്റ് എന്നുള്ള കേസ് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. പിന്നെ ഒരു ക്വസ്റ്റ്യൻ 1-2 ക്വസ്റ്റ്യൻസ് എന്താണ് എക്സ്ട്രാ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ മേ ബി വരാൻ ചാൻസ് കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ഓരോ പ്രോബ്ലവും വൃത്തിക്ക് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ചോദിക്കുക. സോ മക്കളെ പ്രാർത്ഥിച്ചിട്ട് തുടങ്ങിയാലോ? ഓക്കെ, പ്രോബ്ലംസ് പറയാ, ശ്രദ്ധിച്ച് കേട്ടോ. സിമ്പിൾ പ്രോബ്ലംസ് ആണ്, പക്ഷെ എന്താണ് കോൺസെപ്റ്റ് ക്ലിയർ ആവണം, ഇല്ലെങ്കിൽ എന്തില്ല, സെറ്റ് ആവില്ല. സോ എല്ലാവർക്കും ഞാൻ ഓഡിബിൾ ആണല്ലോ? സംസാരം ക്ലിയർ അല്ലേ? ഓക്കെടാ. സോ ഫസ്റ്റ് പ്രോബ്ലം മക്കളെ നോക്കിക്കോ, സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. An object is placed at 10 cm in front of a concave mirror of radius of curvature 15 cm. Find its magnification എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഒബ്ജക്റ്റ് എന്താണ്, ഒരു കോൺകേവ് മിററിൻ്റെ ഫ്രണ്ടിൽ 10 cm ഫ്രണ്ടിൽ ചെയ്തിട്ടുണ്ട്, പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ മിററിൻ്റെ ഫ്രണ്ടിൽ ഒബ്ജക്റ്റ് പ്ലേസിംഗ് ഡിസ്റ്റൻസ് നമുക്ക് എത്രയാണെന്ന് അറിയാം. എന്താ ഡിനോട്ട് നമുക്ക് അറിയാലോ. നെക്സ്റ്റ് വേണമെന്ന് റേഡിയസ് ഓഫ് കർവേച്ചർ എത്രയാണ്, 15 cm എന്ന് കൊടുത്തിട്ടുണ്ട്. സോ മാഗ്നിഫിക്കേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത് മക്കളെ. സോ നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ ഡാറ്റ ഒന്ന് നോക്കിയേക്ക്. ഓക്കെ, ഒന്ന് ഇറക്കി എഴുതാം. സോ ഫസ്റ്റ് എന്താണ് ഗിവൺ ഡാറ്റ മക്കളെ. ഫസ്റ്റ് വേണ്ട എന്താ, 10 cm ആണ് കോൺകേവ് മിററിന്റെ മുമ്പിൽ വെച്ച ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ യു ഈസ് ഈക്വൽ ടു എത്ര മക്കളെ, 10 cm ആണ് ബൈ സൈൻ കൺവേർഷൻ മെത്തേഡ് പ്രകാരം എന്താണ് കോൺകേവ് മിറർ അല്ലേ. സോ എന്ത് വരും വാല്യൂ, -10 cm ആയിരിക്കും യു എന്ന് പറയുന്നതിന്റെ വാല്യൂ. നെക്സ്റ്റ് എന്താ മക്കളെ, റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് എത്രയെന്ന് കൊടുത്തിട്ടുണ്ടാ, നമുക്ക് 15 cm ആണ് തന്നിട്ടുണ്ട്. സോ കോൺകേവ് മിററിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് എന്നുണ്ടെങ്കിൽ വാല്യൂ എന്തായിരിക്കും, -15 cm ആയിരിക്കും അല്ലേ. സോ 15 cm തന്നിട്ടുണ്ടെങ്കിൽ റേഡിയസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എന്തു, ഇന്നത്തെ എക്സാമിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ എഫിന്റെ വാല്യൂ കണ്ടുപിടിക്കുമല്ലോ. എഫ് സീക്വൽ ടു ഫോക്കൽ ലെങ്ത് എത്രടാ
r/2 അല്ലേ. സോ -15 ഡിവൈഡഡ് ബൈ 2 എന്ത് വരും മക്കളെ? -7.5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. സോ ഇതാണ് നമുക്ക് അറിയുന്ന തന്നിരിക്കുന്ന വാല്യൂസ്. കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താടാ? മാഗ്നിഫിക്കേഷൻ അല്ലേ മക്കളെ? മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? m = മിററിന്റെ കേസിൽ -v/u ആണെന്ന് വരിക മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ വരിക. ക്ലിയർ ആണോ? ഇതുവരെ ഓക്കെ അല്ലേ? സോ -v/u ആണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ u നമുക്കറിയാം. അറിയാത്ത ആളാരാ? v ആണെന്ത്? ഒരു ക്വസ്റ്റ്യൻ മാർക്കായി നിൽക്കുന്നത്. v നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. സോ v കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഏത് ഇക്വേഷൻ മക്കളെ ഉപയോഗിക്കുക? നിങ്ങൾ പറ. v കണ്ടുപിടിക്കണമെങ്കിൽ ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യുക? സാർ ഇവരെങ്ങനെ വിളിക്കണോ അത് അവരായിട്ട് പറയുമോ? ഫാത്തിമ ഫർഹാന. അതെ, എന്തിനാ സാറേ എന്നെ വിളിച്ചത്? ഓക്കെ, v കണ്ടുപിടിക്കാൻ നമ്മൾ ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യുക? u അറിയാ, f അറിയാ, v കണ്ടുപിടിക്കണം. ഏത് ഇക്വേഷൻ യൂസ് ചെയ്യും? ഓക്കെ, അതിനെന്താ പേര് പറയാ? പിന്നെ നിനക്കെന്തൊരു ഡൗട്ട് കാര്യമായിട്ട്? 1/f = 1/v + 1/u. മക്കളെ സാധാരണഗതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? v കണ്ടുപിടിക്കണമെങ്കിൽ മിറർ ഇക്വേഷന്റെ ഫൈനൽ ഇക്വേഷൻ എന്ത് ചെയ്യുക? ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക? ബൈ ഹാർട്ട് പഠിക്കാം. മകപ്പ് ഇത് എന്ത് ചെയ്യുക? തലേ കയറ്റാം. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക? ഈ ഫോർമാറ്റ് വെച്ച് ജസ്റ്റ് എന്ത് ചെയ്യുക? ഒന്ന് ഡിറൈവ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യുക? ഫൈനൽ ഇക്വേഷനിലേക്ക് എന്ത് ചെയ്യുക? എത്തിക്കുക. എങ്ങനെയാണ്? v അല്ലേ കണ്ടുപിടിക്കുന്നത്. സോ 1/v which is equal to 1/f പ്ലസ് u അങ്ങോട്ട് പോകുമ്പോഴോ -1/u. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും മക്കളെ? 1/v is equal to u minus f divided by uf എന്നാവില്ലേ? കണ്ടുപിടിക്കേണ്ടത് എന്താ? 1/v ആണോ? അല്ല, പകരം എന്താണ്? v ആണ്. സോ ഇക്വേഷൻ എഴുതാ v is equal to uf divided by u minus f. സോ ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് v is equal to uf by u minus f എന്ത് ചെയ്യുക? കാണാപ്പാടം പഠിച്ചു വെക്കുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുക? ഡിറൈവ് ചെയ്ത് എന്ത് ചെയ്യുക? കൊണ്ടുവരാം. ഓക്കെ, സോ v is equal to uf by u minus f ആണ്. നമുക്ക് എന്താണ്? v അല്ലേ കണ്ടുപിടിക്കേണ്ടത്. സോ v is equal to u എത്രയാണ് മക്കളെ? നമുക്ക് വാല്യൂ വന്നിരിക്കുന്നത് -10 സെന്റിമീറ്റർ ആണ്. ഇൻറ്റു f എത്രയാണ് മക്കളെ? -7.5 ഡിവൈഡഡ് ബൈ u minus f അല്ലേ? എന്ത് വരും? -10 -15 അല്ലേ മക്കളെ വരിക? സോ v is equal to -10 × -7.5 എത്ര മക്കളെ വരിക? -10 × -7.5 എത്രയാണ് വരിക? ഓക്കെ, മൈനസും മൈനസും ക്യാൻസൽ എത്ര വരും? 75 ഡിവൈഡ് ബൈ -10 ഉം മൈനസും മക്കളെ എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. സോ +15 ഡിവൈഡഡ് ബൈ -10 ആണെന്നുണ്ടെങ്കിൽ എത്ര മക്കളെ ആൻസർ ഉണ്ടായിരിക്കുക? എടാ പറഞ്ഞേ, എത്ര ആൻസർ വരിക? സാറേ ചോദിക്കണവർ പറയൂ. എന്താണ്? -10 ഫൈനൽ ആൻസർ ആണോ? -10 + 15 ആണോ മക്കളെ പറയണേ? ഓക്കെ, എത്രടാ? ഓക്കെ, ഒരു മിനിറ്റ്. ശരിയാ, -15 അല്ല, -7.5 ആണ്. ഓക്കെ, സോ മൈനസ് എന്തായി മാറി? പ്ലസ് ആയിട്ട് മാറി. സോ -10 + 7.5. സെയിം നീ പറഞ്ഞു, ശ്രീലക്ഷ്മി പറഞ്ഞ ഉത്തരം കറക്റ്റാ. -10 + 15 എത്രയാണ് മകളെ? സൗണ്ട് കാര്യമായിട്ട് പ്രശ്നം വരുന്നുണ്ട്, ഒന്ന് നോക്കിയോ കേട്ടോ. അയക്കൊന്ന് ഓഫ് ചെയ്തടാ. ഓക്കെ, സോ -10 + 7.5 എത്രയാണ്? -2.5 ആണ് മക്കളെ. 75 ഡിവൈഡ് ബൈ -2.5 എത്ര വരുന്നടാ? വിയുടെ വാല്യൂ 75 ഡിവൈഡ് ബൈ -2.5. എല്ലാവരും കാൽക്കുലേറ്റർ വെച്ചിട്ടായിരിക്കണം. എന്താ ചെയ്തോ? എത്ര വരും? -30 സെന്റിമീറ്റർ എന്ന് വരും ഇല്ലേ? v is -30 സെന്റിമീറ്റർ. സോ വിയുടെ വാല്യൂ എത്ര കിട്ടി? -30 കിട്ടി മക്കളെ. നേരെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മാഗ്നിഫിക്കേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോടെ. സോ m is equal to -30 ഡിവൈഡ് ബൈ യുടെ വാല്യൂ എത്ര ആയിരുന്നു? -10 സെന്റിമീറ്റർ ആയിരുന്നു അല്ലേ? സോ -30 എത്രയായി? നമുക്ക് 30 ആക്കാം. ഡിവൈഡ് ബൈ -10 ചെയ്യുമ്പോൾ
മക്കളെ മാഗ്നിഫിക്കേഷൻ്റെ ഫൈനൽ ആൻസർ എത്രയാണ് വരിക? 30/-10 -3 സെന്റിമീറ്റർ ആണ്. സോ മാഗ്നിഫിക്കേഷൻ എത്ര കിട്ടി? m -3 എന്ന് കിട്ടിയോ? സോ ശ്രദ്ധിച്ചിടാ, വാല്യൂസ് ഗിവൺ ഡാറ്റയിൽ എന്ത് ചെയ്യുക? എടുത്തെഴുതുക. യു എന്താണ്? ന്യൂക്കാർട്ടിയൻ സൈൻ കൺവെൻഷൻ പ്രകാരം എത്ര? -10 ആണ് വരിക. നമുക്ക് എന്താണ് മിറർ ഏതാന്നുള്ള കേസ് നോക്കുക. ഓക്കെ, കോൺകേവ് ആണ് അറത്തായി -15 ആയി. എഫ് കണ്ടുപിടിച്ചു. കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താ? -v/u ആണ് മാഗ്നിഫിക്കേഷൻ്റെ. വി നമുക്കറിയില്ല. എന്ത് ചെയ്തു? മിറർ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 1/f = 1/v + 1/u. 1/v ആണ് കണ്ടുപിടിക്കുന്നത്. 1/f - 1/u ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇക്വേഷൻ കിട്ടി v = uf/u - f ആണ്. ഫൈനൽ ആൻസർ എന്ത് കിട്ടി? -30 സെന്റിമീറ്റർ കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഫൈനൽ ആൻസർ എത്രയാടാ? -3 സെന്റിമീറ്റർ ആണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് -3 സെന്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് ഈ ഇമേജിന്റെ ക്യാരക്ടേഴ്സ് എഴുതാൻ പറ്റില്ലേ? മാഗ്നിഫിക്കേഷൻ -3 സെന്റിമീറ്റർ ആണ്. ഇമേജിന്റെ ക്യാരക്ടേഴ്സ് എഴുതാൻ പറ്റില്ലേ? എന്തായിരിക്കും ക്യാരക്ടർ? ഒന്ന് നെഗറ്റീവ് ഉണ്ട്, റിയൽ ഇമേജ് ആയിരിക്കും. ഓക്കെ, അതേപോലെ ഇൻവേർട്ടഡ് എന്തായിരിക്കും? ഇമേജ് ആയിരിക്കും എന്ത് ചെയ്യുക? ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് വൺ, നമുക്ക് മാഗ്നിഫിക്കേഷനെ മാഗ്നിറ്റ്യൂഡ് എടുക്കുകയാണെങ്കിൽ വാല്യൂ എത്ര വരും? 3 ആണ് എന്ത് ചെയ്യുക വരിക. സോ വാല്യൂ 3 ആണെങ്കിൽ ഇമേജ് എന്തായിരിക്കും? മാഗ്നിഫൈഡ്. ഓക്കെ, നോർമൽ ഒബ്ജക്റ്റിനെ കണ്ടായിരിക്കും ഒരുപാട് മാഗ്നിഫൈഡ് ആയിട്ട് ഇമേജ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ ക്യാരക്ടേഴ്സും ക്ലിയർ ആയില്ലേ? സോ ഇതാണിത് മക്കളെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണോടാ? എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ, എല്ലാവർക്കും ഓക്കെ ആണ് എങ്കിൽ നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി പ്രോബ്ലം ചെയ്തതാണ്. എക്സാമിന് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ആർക്കെങ്കിലും എടാ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അതായത് നമുക്ക് എന്താണ് എക്സാം ട്രയലിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നില്ലേ? രണ്ടാമത്തെ പ്രോബ്ലം. ഓക്കെ, ആ രണ്ടാമത്തെ പ്രോബ്ലം ക്ലിയർ ആയിട്ട് ചെയ്ത് ആൻസർ കറക്റ്റ് ആയില്ല എന്നുള്ളവരൊന്ന് റൈസ് ഹാൻഡ് ചെയ്യോ? രണ്ടാമത്തെ പ്രോബ്ലത്തിൽ മാർക്ക് ഞങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളതൊന്ന് റൈസ് ഹാൻഡ് ചെയ്യോ? ഓക്കെ, അപ്പോൾ അത്യാവശ്യം ആൾക്കാർ, അപ്പോൾ അതിലാണ് മാക്സിമം മാർക്ക് പോയിരിക്കുന്നത് അല്ലേ? ഓക്കെ 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 ഓക്കേടാ, കുഴപ്പമില്ല മക്കളെ. ഇവിടെ നോക്കാം കേട്ടോ, നമുക്ക് നോക്കാം. നമുക്ക് 2 പ്രോബ്ലംസ് കൂടി ഉണ്ട്. 2 പ്രോബ്ലം കൂടി കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ആ ക്വസ്റ്റ്യൻ കൂടി എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്ത് പോകും. സോ നെക്സ്റ്റ് പ്രോബ്ലം നോക്കിക്കോട്ടോ. ഇത് ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? ശരി മക്കളെ, സെക്കൻഡ് ഇത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? എക്സാമിൻ്റെ പ്രോബ്ലത്തിലോട്ട് പോവാം. ഇത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ആണ്. നമ്മൾ സാധാരണ പ്രോബ്ലംസ് ചെയ്യുന്ന പോലെയല്ല. നമുക്ക് എന്ത് ചെയ്യണ്ട? ഇതിൽ ഫൈനൽ ആൻസറോ പരിപാടിയോ ഒന്നും എന്ത് ചെയ്യണ്ട? കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. പകരം എ കോൺവെക്സ് ലെൻസ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ എ മീഡിയം ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ്? 1.65 ആണ്. വിൽ ദ ലെൻസ് നൗ ആക്ട് ആസ് എ കൺവേർജിങ് ഓർ ഡൈവേർജിങ്? ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ലെൻസ് കൺവേർജിങ് ആയിരിക്കോ അതോ ഡൈവേർജിങ് ലെൻസ് ആയിട്ടാണോ ആക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഏതിനാടാ? ഇല്ലടാ, യൂണിറ്റ് ഇല്ല. മാഗ്നിഫിക്കേഷൻ -3 മാത്രമേ ഉള്ളൂ. ഓക്കെ, -3 മാത്രമേ ഉള്ളൂ. ഞാൻ സെന്റിമീറ്റർ ഇട്ടുകൊണ്ട് അത് കൊടുത്തു മാത്രമേ ഉള്ളൂ. മാഗ്നിഫിക്കേഷൻ -3 മാത്രമേ ഉള്ളൂ കേട്ടോ മക്കളെ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചേക്ക്. ഈ കാര്യത്തിൽ നമുക്ക് പ്രോബ്ലം ചെയ്യണ്ട, ഡിസ്കസ് ചെയ്ത് ലാസ്റ്റ് ചെയ്യുന്ന പോലെ എന്താണ് ഫൈനൽ ആൻസറിലേക്ക് ഒന്നും എത്തിക്കേണ്ട. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. കൺവേർജിങ് ആണോ ഡൈവേർജിങ് ആണോ എന്ന് മാത്രം എന്ത് ചെയ്താൽ മതി? കണ്ടുപിടിച്ചാൽ മതി. സോ കൺവേർജിങ് ഓർ ഡൈവേർജിങ് എന്ന് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് കോൺവെക്സ് ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്ര തന്നിട്ടുണ്ട് മക്കളെ? 1.5 ആണ് തന്നിട്ടുണ്ട്. മീഡിയത്തിന് എത്രയാണ്? 1.65 ആണ് എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. സോ തന്നിരിക്കുന്ന വാല്യൂസ് എന്ത് ചെയ്തേക്ക്? ഫസ്റ്റ് എടുത്ത് എന്ത് ചെയ്തേക്ക്? എഴുതിയേക്ക്. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മക്കളെ 1.5ഉം 1.65 അല്ലേ? സോ രണ്ടിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് എന്താ എഴുതാം? N1 ഉം N2 എന്ത് എഴുതാം? എടാ ഒരെണ്ണത്തിൽ നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒന്ന് മീഡിയത്തിൻ്റെയും ഒന്ന് ലെൻസിൻ്റെ ആണെങ്കിൽ N1 നമ്മൾ ഏതിൻ്റെ എഴുതുക? മീഡിയത്തിൻ്റെ എഴുതോ അതോ ലെൻസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എഴുതോ? പറ മക്കളെ, മീഡിയത്തിൻ്റെ എഴുതോ അതോ ലെൻസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എഴുതോ? കാരണം അതിലാണുള്ള എല്ലാ കാര്യവും ഇരിക്കുന്നത്. അതെങ്ങാനും മാറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻസർ എന്താവും? ബുദ്ധിമുട്ടായി പോകും. സോ N1 ഉം N2 എടുക്കുമ്പോൾ N1 എപ്പോഴും എന്ത് ചെയ്തേക്ക്? നീ മീഡിയം ഏതാണോ, ഓക്കെ, ഏത് മീഡിയത്തിലാണോ ഇൻസേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് എന്ത് വരിക? N1 വരിക. N2 എപ്പോഴും എന്തായിരിക്കും? ലെൻസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും. തന്ന വാല്യൂസ് നോക്കി നോക്ക്. N1 = എന്ത് വരും മക്കളെ? 1.65
1.65 അതേപോലെ തന്നെ N2 എത്രയാണ് 1.5 ഇല്ലേ? ഈ വാല്യൂസ് മാത്രമേ തന്നിട്ടുള്ളൂ. സോ നമുക്ക് ചെയ്യേണ്ട കാര്യം കൺവേർജിങ് ആണോ ഡൈവേർജിങ് ആണോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്താണോ ജസ്റ്റ് എന്ത് ചെയ്യുക, എഴുതിയിട്ട് അതിൽ എന്ത് ചെയ്യുക, വാല്യൂസ് മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എന്താ നമുക്ക് ഫോർമുല വരിക, 1/v മൈനസ് 1/u വിച്ച് ഇസ് ഈക്വൽ ടു N2 മൈനസ് N1 ഡിവൈഡഡ് ബൈ N1 ഇൻറ്റു 1/R1 മൈനസ് 1/R2 അല്ലേ? 1/v മൈനസ് 1/u നമുക്ക് എന്തായിട്ട് എഴുതാം, 1/f is equal to N2 മൈനസ് N1 ഡിവൈഡഡ് ബൈ N1 ഇൻറ്റു 1/R1 മൈനസ് 1/R2. ഓക്കെ, സോ ഇതിൽ ശ്രദ്ധിച്ചേക്ക്, N2ൻ്റെ വാല്യൂ എന്താ മക്കളെ, 1.5 ആണ്. N1 എത്രയാണ്, 1.65 ആണ്. സോ നമ്മൾ ഈ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും, 1.5 മൈനസ് 1.65 അല്ലേ ചെയ്താൽ കിട്ടുന്ന ആൻസർ പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കും? കിട്ടുന്ന ആൻസർ 1.5 മൈനസ് 1.65 ചെയ്താൽ ചെറുതിൽ നിന്ന് വലുത് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ വരുന്ന ആൻസർ എന്തായിരിക്കും മക്കളെ, നെഗറ്റീവിലല്ലേ ആൻസർ ഉണ്ടായിരിക്കുക. ഫൈനൽ ആൻസർ എന്തായിരിക്കും, നെഗറ്റീവിലല്ലേ വരിക. കാരണം 1.5 മൈനസ് 1.65 ആണ്, നെഗറ്റീവിലാണ് എന്ത് ചെയ്യുക ആൻസർ വരിക. ആൻസർ നെഗറ്റീവിലാണ് വരുന്നതെങ്കിൽ എഫ് വാല്യൂ എന്തായിരിക്കും, എഫ് എന്തായിരിക്കും മക്കളെ, നെഗറ്റീവിലാണ് എന്തുണ്ടാവുക ആൻസർ ഉണ്ടായിരിക്കുക. ഒറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, ഓക്കെ, ഫോക്കൽ ലെങ്ത് നെഗറ്റീവിലാണ് വരുന്നതെങ്കിൽ അത് എന്ത് ലെൻസ് ആയിരിക്കുമടാ, കോൺകേവ് ലെൻസ് ആണോ അതോ കോൺവെക്സ് ലെൻസ് ആണോ? ഫോക്കൽ ലെങ്ത് നെഗറ്റീവിലാണ് വരുന്നതെങ്കിൽ എന്ത് ലെൻസ് ആയിരിക്കും, കോൺകേവ് ആണോ അതോ കോൺവെക്സ് ആയിരിക്കും? അയ്യോ ജിംന, അതെ ഞാൻ അല്ലെങ്കിലേ കളി. ഓക്കെടാ, ഫോക്കൽ ലെങ്ത് എഫ് എന്ന് പറഞ്ഞ വാല്യൂ നെഗറ്റീവിലാണ് വരുന്നതെങ്കിൽ നമുക്കതിൽ കോൺവെക്സ് ലെൻസ് ആണോ അതോ കോൺകേവ് ലെൻസ് ആയിരിക്കും? കോൺകേവ് ആണ് മക്കളെ. കോൺകേവ് ലെൻസിന് പറയുന്ന മറ്റൊരു പേരെന്താ, കൺവേർജിങ് ഡൈവേർജിങ്ങില് കോൺകേവ് ലെൻസിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരെന്താണ്? കോൺകേവിന് പറഞ്ഞ മറ്റൊരു പേര് കൺവേർജിങ് ആണോ അതോ ഡൈവേർജിങ് ആണോ? ഹലോ, ഗുഡ് മോർണിംഗ് ഡാ. എന്താ, അയ്യോ അറിയില്ലെങ്കിൽ കുഴപ്പമില്ലടാ, പ്രശ്നമില്ല. ഓക്കെ മക്കളെ, കോൺകേവ് ലെൻസിന് നമ്മൾ മറ്റൊരു പറയുന്ന പേരാണിത് ഡൈവേർജിങ് ലെൻസ് എന്ന് പറയാ. ഓക്കെ, കോൺകേവ് ലെൻസിന് മറ്റൊരു പേരാണെന്ന് പറയാ ഡൈവേർജിങ് ലെൻസ് എന്ന് പറയാ. സോ എഫ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ലെൻസ് ആണെന്ന് മനസ്സിലായി, കോൺകേവ് ആണെന്ന് മനസ്സിലായി. കോൺകേവ് ആണ് എന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന മറ്റൊരു പേരെന്താണ്, ഡൈവേർജിങ് ആണ്. സോ കോൺവെക്സ് ലെൻസ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 നമ്മൾ എന്താണ് ഒരു മീഡിയത്തിൽ 1.65 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു മീഡിയത്തിൽ ഇമ്മേഴ്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് എന്ത് ലെൻസ് ആയിട്ട് ആക്ട് ചെയ്യും, ഡൈവേർജിങ് ലെൻസ് ആയിട്ട് എന്ത് ചെയ്യും ആക്ട് ചെയ്യും. ഐ മീൻസ് കോൺകേവ് ലെൻസ് അല്ലെങ്കിൽ ഡൈവേർജ് ലെൻസ് ആയിട്ട് എന്ത് ചെയ്യും ആക്ട് ചെയ്യും. സോ ഇതിൽ നമ്മൾ ആൻസേഴ്സോ കാര്യങ്ങളോ എന്തെങ്കിലും കണ്ടുപിടിച്ചോ? എന്താ കണ്ടുപിടിച്ച്, അത് കൺവേർജിങ് ആണോ അത് ഡൈവേർജിങ് ആണോ എന്ന് എന്ത് ചെയ്തു, ഐഡന്റിഫൈ ചെയ്തു. സോ ഈ പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്, എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് മേ ബി എന്ത് ചെയ്യാം, ഈ ടൈപ്പിൽ എന്ത് ചെയ്യാം ചോദിക്കാം. ഈ ഒരു സിറ്റുവേഷനിൽ അവിടെ പോയിട്ട് 1/fന്റെ വാല്യൂ കണ്ടുപിടിക്കാനോ 1/R1 1/R2 ഒന്നുമില്ല. ആകെ N2 മൈനസ് N1 മാത്രമേ നമുക്ക് ഇവിടെ ഉള്ളൂ. എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ്, N1 എന്ന് പറയുന്നത് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും N2 എന്ന് പറയുന്നത് ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിട്ട് വൃത്തിക്ക് എന്ത് ചെയ്യണം, എഴുതാൻ ശ്രദ്ധിക്കണം. അത് മാറിക്കഴിഞ്ഞാൽ എന്താവും, നെഗറ്റീവ് എന്തായിട്ട് മാറും, പോസിറ്റീവായിട്ട് മാറും. ആൻസർ ഡൈവേർജിങ് എവിടേക്ക് പോകും, കൺവേർജിങ്ങിലേക്കോട്ട് എന്ത് ചെയ്യും പോകും. മക്കളെ ക്ലിയർ ആണോടാ? ഓക്കെ അല്ലേ, എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ, ക്ലിയർ ആണെങ്കിൽ നമുക്ക് നേരത്തെ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിലേക്ക്, നിങ്ങൾക്ക് മാർക്ക് എന്താണ് മിസ്സായിട്ടുള്ള പ്രോബ്ലത്തിലേക്ക് എന്ത് ചെയ്യുക പോകാം. സോ അതുകൊണ്ട് കഴിഞ്ഞ് നമുക്ക് റയോപ്റ്റിക്സിൻ്റെ അത്യാവശ്യം എന്തായി കഴിഞ്ഞു. പിന്നെ നമുക്ക് എന്ത് ചെയ്യുക, ലാസ്റ്റ് നമ്മൾ ഫസ്റ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ, ഓക്കെ, N= 1/sin c അതും കൂടി എന്ത് ചെയ്യുക ഒന്ന് ഡിസ്കസ് ചെയ്തേക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് പ്രോബ്ലം ഇത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ട് എന്ത് ചെയ്യുക പോവാം കേട്ടോ.
ഓക്കെ മക്കളെ, നമ്മൾ നേരത്തെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെ ശ്രദ്ധിച്ചോ. ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദ ഫേസസ് ഓഫ് എ ഡബിൾ കോൺവെക്സ് ലെൻസ് ആർ 10 cm ആൻഡ് 15 cm. Its focal length is 12 cm. Find the refractive index of the glass എന്നതാണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. ഓക്കെ, ഇതിൽ മക്കളെ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് എന്താണ്? ഫേസ് ഓഫ് ഡബിൾ കോൺവെക്സ് ലെൻസ് അല്ലേ. സോ ഒരു സൈഡ് എന്താണ് R1 ആയിരിക്കും റേഡിയസ് ഓഫ് കർവേച്ചർ, നെക്സ്റ്റ് സൈഡ് എന്തായിരിക്കും R2 ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ ശ്രദ്ധിച്ചോ, റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ഡബിൾ കോൺവെക്സ് ലെൻസ് എന്ന് വരുമ്പോൾ ഇത് എക്സാക്റ്റ് ആയിട്ട് നമുക്ക് എന്താണ് ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് വന്നുള്ള കാര്യം ഒന്ന് ഇതേക്ക് നോക്കിയേക്ക് കേട്ടോ. സോ ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട്, സെറ്റ് ചെയ്തു. ഒരു സൈഡ് എന്താണ് റേഡിയസ് ഓഫ് കർവേച്ചർ R1 ആണ്, മറ്റേ സൈഡ് എന്താണ് R2 ആണ്. മക്കളെ R1 ഉം R2 ഉം ആണെങ്കിൽ ഫസ്റ്റ് എന്താണ് കോൺവെക്സ് ലെൻസിന് റേഡിയസ് ഓഫ് കർവേച്ചർ കൊടുത്തിട്ടുണ്ട് നമുക്ക് 10 cm, നെക്സ്റ്റ് എത്രയാണ് -15 cm കൊടുത്തിട്ടുണ്ട്. സോ R1 എന്ന് പറയുന്നത് എത്രയായിട്ട് എടുക്കാം? 10 ആയിട്ട് എടുക്കാം. സോ ന്യൂ കാർട്ടീഷ്യൻ പ്രകാരം R1 പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ R2 എന്തായിരിക്കും മക്കളെ -15 cm ആയിരിക്കും. ഓക്കെ, എഫിൻ്റെ വില എത്ര കൊടുത്തിട്ടുണ്ട്? F = എത്ര കൊടുത്തിട്ടുണ്ടാ 12 cm ആണ് ഇതിൻ്റെ കൊടുത്തിട്ടുണ്ട്. മക്കളെ 12 cm ഇത് എന്ത് ലെൻസ് ആണ്? കോൺവെക്സ് ആണ്. സോ പോസിറ്റീവ് ആണ്. F = എത്രയാണ്? 12 cm തന്നെയാണ്. ഇതിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞ എന്താ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ ഗ്ലാസ്, എന്നിൻ്റെ വാല്യൂ ആണെന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കണം. ഇത്രയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന വാല്യൂസ്. നമുക്കിതിൽ ലെൻസ് മേക്കേഴ്സ് ഫോർമുലയ്ക്ക് എന്ത് ചെയ്യുക? ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ത് ചെയ്യുക. ഈ ഒരു കാര്യം മാത്രമേ നമുക്ക് ഈ പ്രോബ്ലത്തിൽ എന്ത് ചെയ്യാനുള്ളൂ. ശ്രദ്ധിച്ചോ, 1/v - 1/u, ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു n2 - n1 ഡിവൈഡ് ബൈ n1 ഇൻറ്റു 1 എന്ത് വരുടാ? ഒരു മിനിറ്റ്, n2 - n1 ബൈ n1 ഇൻറ്റു 1/r1 - 1/r2. ചിലവർ എന്ത് ചെയ്യും 1/f = ഡയറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ എന്തു ഫസ്റ്റ് തൊട്ട് ചെയ്തു എന്ന് മാത്രം. ഇക്വേഷൻ എന്താ? 1/v - 1/u എന്ത് വരും മക്കളെ? 1/f = n2 - n1 ബൈ n1 ഇൻറ്റു 1/r1 - 1/r2. മക്കളെ ഇവിടെ n2 - n1 വരുന്ന കേസിൽ ശ്രദ്ധിക്കുക, നമ്മളിവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് നോക്കിയോ, n1 എന്ന് പറയുന്നത് എന്തായിട്ട് എയർ ആണെന്ന് എടുത്തു. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ്? 1 ആണ്. n2 എന്ന് പറയുന്നത് ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് എന്തില്ല അറിയില്ല. വാട്ട് ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി ഗ്ലാസ് ചോദിച്ചത്. എന്ത് ചെയ്തു? n എന്ന വാല്യൂ ഇത് കൊടുത്തു. n1ന്റെ എയർ ആണെന്ന് എടുത്തു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. സോ പത്ത് വാല്യൂ കൊടുത്തു 1 എന്ന് കൊടുത്തു. n2നെ നമുക്ക് അറിയില്ല. സോ എന്ത് ചെയ്തു? n എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇക്വേഷൻ എന്താവും? 1/f = n2 n അല്ലേ, n - 1 ഡിവൈഡ് ബൈ 1 എത്രയാണ്? n - 1 എന്നല്ലേ, ഇൻറ്റു 1/r1 - 1/r2. ഓക്കെ, തന്നിരിക്കുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. 1/f-ന്റെ വാല്യൂ എത്രയാണ്? 12 = n - 1 അവിടെ ഇരിക്കട്ടെ, ഇൻറ്റു 1/r1 എത്രയാണ് മക്കളെ? 10 cm മൈനസ് 1/r2 എത്രയാണ്? -15 cm. ഓക്കെ, സോ which implies 1/12 is equal to n - 1 into 1/10 minus 1/-15 എന്താവുക? 1/10 plus 1/15 ആവില്ലേ? ഓക്കെ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 1/12 is equal to n - 1 into എന്ത് വരും? 15 plus 10 divided by എന്ത് വരും മക്കളെ? 15 plus 10 divided by 10 into 15 എത്ര വരും? എത്രയാണ് വരിക? 150 അല്ലേ? ഓക്കെ, സോ 1/12 is equal to n - 1 into എന്ത് വരും? 25 divided by എന്തായി? 150 ആയോ? ഓക്കെ, 25 divided by എന്തായി? 150 ആയി. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? n - 1 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ 25 divided by 150 ആവശ്യമുണ്ടോ? നേരെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്താവും? നേരെ റെസിപ്രോക്കേറ്റ് ചെയ്യില്ലേ? 150 അവിടേക്ക് പോവും, മുകളിലോട്ട് പോവും, 25 അങ്ങോട്ട് വരും, താഴത്തോട്ട് വരും. സോ 1/12 into 150 divided by 25 which is equal to n - 1.
സോ ഇത്ര എഴുതിയ 25 150 എത്ര വട്ടം പോകും മക്കളെ? 25 150 എത്ര വട്ടം പോടാ? 6 ടൈംസ് എന്ത് ചെയ്യും? പോകും ഇല്ലേ? സോ 6/12 is equal to n-1 അല്ലേ? ഓക്കെ, 6/12 നമുക്ക് എങ്ങനെയാടാ ചെയ്യുമ്പോൾ എന്താ വരിക? 1/2 അല്ലേ കിട്ടുക? 6 1 ടൈം 12 എത്രയാണ്? 2 ടൈംസ് 1/2 എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ? 0.5 is equal to n-1 ആണല്ലോ. കണ്ടുപിടിക്കേണ്ടത് എന്താ? എന്നിന്റെ വാല്യൂ അല്ലേ? വേർ n is equal to -1 അങ്ങോട്ട് പോകുമ്പോഴോ 1 + 0.5 എത്ര കിട്ടി? 1.5 എന്ന് കിട്ടി. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് എത്രയാടാ? 1.5 ആണ് എന്ത് വരിക? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വരിക. മോസ്റ്റ്ലി എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ടാവും? ഈ ഒരു സ്റ്റെപ്പ് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഡയറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടാവും. ജസ്റ്റ് നമുക്ക് വന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി എന്താണ് ചെയ്തു എന്നേ ഉള്ളൂ. n1 എത്രയാണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ ആണ്. 1 എടുത്തു, n2 നമുക്ക് അറിയില്ല. സോ n എന്ന വാല്യൂ ഇത് കൊടുത്തു. ഫൈനൽ ആൻസർ എത്രയാണ്? 1.5 ആണ്. മക്കളെ ക്ലിയർ ആണോടാ? ചെയ്ത കാര്യം ഓക്കെ ആണോ? പക്കയാണോ? ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ചെയ്ത പ്രോബ്ലം കൂടി എന്ത് ചെയ്യുക? കഴിഞ്ഞ മാക്സിമം എന്തായി? ഓക്കെ, -15 എങ്ങനെയാ വന്നെന്ന് പറയൂ. ഓക്കെ മക്കളെ, -15 വന്നതിന്റെ കേസ് ശ്രദ്ധിക്ക്. ഇതെന്താണ്? ഡബിൾ കോൺവെക്സ് ലെൻസ് ആണ് അല്ലേ? സോ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷന്റെ കേസിൽ നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? ഒരു സൈഡ് ഒരു ഡയറക്ഷനിലോട്ട് എന്താണ്? പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്തായിരിക്കും മക്കളെ? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, നമ്മൾ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ സെൻറ്റർ പോയിന്റ് എന്താണ്? റൈറ്റ് സൈഡിലോട്ട് എന്താണ്? പോസിറ്റീവ് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ട് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. രണ്ട് ഡയറക്ഷൻ എന്തായിരിക്കും? വാല്യൂസ് ചേഞ്ച് അല്ലേ? സോ R1 എന്ന് പറഞ്ഞാണ് 10 സെന്റിമീറ്റർ ആണെങ്കിൽ R2 എന്തായിരിക്കും മക്കളെ? -15 സെന്റിമീറ്റർ ആയിരിക്കും. ബേസിക് മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. 1 10 ആയിട്ട് ഒന്ന് എന്ത് ചെയ്തു? 15 ആയിട്ട് എന്ത് ചെയ്തു? സെറ്റ് ചെയ്തത് മാത്രം കേട്ടോ. സോ മക്കളെ 1.5 ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് എന്ത് ചെയ്യുക? പോകാം. അപ്പോൾ ഇതിനു മുമ്പ് സർ നെക്സ്റ്റ് സ്ലൈഡ് മാത്രം ഇട്ടാൽ മതി. നമ്മളെന്താണ് എക്സാമിന് ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, എക്സാമിന് നിങ്ങളോട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതായത് സിയുടെ വാല്യൂ എത്രയാണ്? സിയുടെ വാല്യൂ എത്രയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? n is equal to 1/sin c. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയ എത്രയാണ്? 1.5 ആണ് എന്നുണ്ടെങ്കിൽ ക്രിറ്റിക്കൽ ആംഗിൾ. ഓക്കെ, ക്രിറ്റിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് 1.5 ആണെന്നുണ്ടെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് അതിലെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എടാ ക്വസ്റ്റ്യൻ ഏതാ ഉണ്ടായിരുന്നു? 10 മിനിറ്റ് മക്കളെ. മക്കളെ വാട്ട് ഈസ് ദ ഇഫ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മെറ്റീരിയൽ ഈസ് 1.5 ഫൈൻഡ് ദ ക്രിറ്റിക്കൽ ആംഗിൾ എന്ന ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ലേ? അതും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്ത് നമുക്ക് എന്താ റേ ഒപ്റ്റിക്സിന് എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തു. എടാ ഇത് ഇത്ര നേരം പറഞ്ഞാൽ ഈ 3 പ്രോബ്ലം ആണ് എന്ത് മെയിൻ ആയിട്ട് എന്ത് ചെയ്യാറ്? നമുക്ക് ചോദിക്കാറ്. അത് കഴിഞ്ഞ പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? നമ്മുടെ ഇതാണ് ഫൈൻഡ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മെറ്റീരിയൽ. ഓക്കെ, ചോദിക്കാറ്. സോ റിഫ്രാക്റ്റീവ് മെറ്റീരിയൽ 1.5 ആണെങ്കിൽ ക്രിറ്റിക്കൽ ആംഗിൾ എത്ര എന്ത് ചെയ്യും? ചോദിക്കാറുണ്ട്. ഭൂരിഭാഗം നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ടെന്ന് അറിയടാ. ആ ക്വസ്റ്റ്യൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ കറക്റ്റ് ആവാത്ത ആരെങ്കിലും ഉണ്ടോ മക്കളെ? ഉണ്ടെങ്കിൽ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്തേ. തേർഡ് ക്വസ്റ്റ്യന് മാർക്ക് പോയ ആരെങ്കിലും ഉണ്ടോ? കുറച്ച് പേരുണ്ട് അല്ലേ? ഓക്കെ, ഇവിടെ ഒന്ന് പറയാം, ജസ്റ്റ് ഒന്ന് നോക്കിയോ. സിമ്പിളാണ്, വളരെ വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വരികയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് മാർക്ക് എന്താണ് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ ഒരുപാട് ഇക്വേഷൻസോ കാര്യങ്ങളോ ഒന്നും എന്ത് ചെയ്യണില്ല, എഴുതാനായിട്ടില്ല. ഓക്കെ, വളരെ സിമ്പിളായിട്ട് എന്തെങ്കിലും പരിപാടി അവസാനിക്കും. സോ മക്കളെ ക്രിറ്റിക്കൽ ആംഗിളും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും തന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതേണ്ട റിലേഷൻ ഉള്ളൂ, ഒരേ ഒരു റിലേഷൻ മാത്രമേ ഉള്ളൂ. സിമ്പിളായിട്ട് എന്താണ്? n is equal to 1/sin c അല്ലേ? ക്രിറ്റിക്കൽ ആംഗിളും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും തമ്മിലുള്ള റിലേഷൻ എത്ര വരിക? n is equal to 1/sin c ആണ് എന്ത് ചെയ്യുക വരിക. സോ ഇതിൽ ജസ്റ്റ് ആ ഇക്വേഷൻ മക്കളെ അതിൽ കറക്ഷൻ വന്ന ആൾക്കാർ ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്തേക്ക് എഴുതിയേക്ക്. നമുക്ക് എന്ത് ചെയ്യുക, എങ്ങനെയാണ് ആൻസർ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക കംപ്ലീറ്റ് ചെയ്യുക. സോ n is equal to എന്ത് വരും? 1/sin c ആണ്. നമുക്ക് എന്തിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്? എന്നിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? n is equal to 1.5 ആണ് തന്നിട്ടുണ്ട്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 1.5 is equal to 1/sin
സൈൻ സി ആണ്. സി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സൈൻ സി ഇത് അങ്ങോട്ടേക്ക് കൊണ്ടുവന്നേക്ക് 1.5 അങ്ങോട്ട് തിരിച്ചെന്ത് ചെയ്തു, ഈ വഴിക്ക് പോയിക്കോട്ടെ. സോ സൈൻ സി ഈസ് ഈക്വൽ എന്ത് വരും, 1/1.5 ആണ്. വേർ സി ഈസ് ഈക്വൽ ടു സൈൻ അങ്ങോട്ട് പോകുമ്പോൾ എന്താവും, സൈൻ ഇൻവേഴ്സ് ഓഫ് 1/1.5 അല്ലേ. ഓക്കെ, സൈൻ ഇൻവേഴ്സ് ഓഫ് 1/1.5 ആണ്. മക്കളെ ചെയ്ത് കഴിഞ്ഞാൽ കാൽക്കുലേറ്റർ നിങ്ങളുടെ കയ്യിലുണ്ട്. വൃത്തിക്ക് എന്ത് ചെയ്യുക, സൈൻ ഇൻവേഴ്സ് ചെയ്യുന്ന സമയത്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, 1/, അഗൈൻ ഒന്നും കൂടി പറ്റുകയാണെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് 1.5 ഇട്ട് 2 ബ്രാക്കറ്റ് എന്താക്കുക, ക്ലോസ് ആക്കുക. സി ഈസ് ഈക്വൽ എത്ര വരും മക്കളെ, 41.8 ഡിഗ്രി എന്ന് എന്ത് ചെയ്യും, കിട്ടും. ക്ലിയർ ആണോ? 41.8 ഡിഗ്രിയാണ് അല്ലേ? ഓക്കെ ആണോ? എടാ റേ ഒപ്റ്റിക്സിൽ ഒരു പ്രോബ്ലം കൂടി, ഓക്കെ, ഇത് കൂടാതെ ഒരു സാധനം കൂടി ചോദിക്കാൻ ചാൻസ്, നമുക്ക് എന്താ ഒരുപാട് ഉറപ്പൊന്നുമില്ല, പക്ഷെ എന്താണ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പ്രോബ്ലമാണ്. അതും കൂടി എന്ത് ചെയ്തേക്ക്, ഒന്ന് എഴുതിയേക്ക് കേട്ടോ. ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിക്കാം, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, മേ ബി എന്ത് ചെയ്യാം, ചോദിക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിക്കോ. 2 thin lenses of power, ഒന്ന് എഴുതിക്കോ, 2 thin lenses of power plus 6D, 2 thin lenses of power plus 6D and minus 2D and minus 2D. Okay, plus 6D and minus 2D are in contact. What is the focal length of the combination? So 2 thin lenses of power plus 6D and minus 2D are in contact. What is the focal length of the combination? എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ ഈ പ്ലസ് 6D മൈനസ് 2D നമ്മൾ 10th കണ്ടിട്ടുണ്ടാവും. സാർ ഒരാൾ കണ്ട് ഡോക്ടറെ കാണാൻ പോയി, ആൾക്ക് എന്താണ് പവർ പ്ലസ് 6D മൈനസ് 2D ചെയ്തു കൊടുത്തു, അതിനാണ് ഇന്നതാണ് ഏത് ലെൻസാണ് യൂസ് ചെയ്യുക എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഇവിടെ എന്താണ് ഇതിൻ്റെ കോമ്പിനേഷൻ, വാട്ട് ഈസ് ദി ഫോക്കൽ ലെങ്ത് ഓഫ് ദി കോമ്പിനേഷൻ ആണ് എന്ത് കണ്ടുപിടിക്കേണ്ടത്. മക്കളെ ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, രണ്ടും എന്താണ് പവറാണ്. സോ P1 ഈക്വൽ എന്താണ് പ്ലസ് 6Dയും P2 ഈസ് ഈക്വൽ എത്രയാണ് മൈനസ് 2D ആണ്. സോ ടോട്ടൽ പവർ എന്ത് ചെയ്യുക, ഫസ്റ്റ് കണ്ടുപിടിക്കുന്നതാണ് P ഈസ് ഈക്വൽ ടു 6D എന്ത് വരും പ്ലസ് എന്താണ് P1 പ്ലസ് P2. P ഈസ് ഈക്വൽ എന്താണ് P1 പ്ലസ് P2 ആണ്. പക്ഷേ P1 എത്രയാണ് 6D ആണ്, പ്ലസ് എത്രയാണ് മൈനസ് 2D വിച്ച് ഇസ് ഈക്വൽ ടു Bയുടെ വില എന്ത് വരും 6D മൈനസ് 2 എത്രയാണ് വരിക, 6 മൈനസ് 2 എത്രയാണ് വരിക, 4 അല്ലേ വരിക. സോ ആൻസർ എത്രയായി, പവർ എത്രയാണ്, പവർ ഇസ് ഈക്വൽ ടു പിന്നെ കോമ്പിനേഷൻ ഓഫ് പവർ എത്ര ആയിരിക്കും, P ഇസ് ഈക്വൽ ടു 4D ആണ്, 4 ഡയോപ്റ്റർ ആണെന്ന് കിട്ടി. കണ്ടുപിടിക്കേണ്ടത് എന്താ, ഫോക്കൽ ലെങ്ത് അല്ലേ മക്കളെ. ഫോക്കൽ ലെങ്ത്തിന്റെ ഇക്വേഷൻ എന്താ വരിക ഇൻ ടേംസ് ഓഫ് പവർ, ഫോക്കൽ ലെങ്ത്തിന്റെ ഇക്വേഷൻ പവർ, അല്ലെങ്കിൽ വേണ്ട പവറിന്റെ ഇക്വേഷൻ പറഞ്ഞാലും മതി. ഇൻ ടേംസ് ഓഫ് ഫോക്കൽ ലെങ്ത് എന്താ ഇക്വേഷൻ വരിക, P ഈക്വൽ എന്താ വരിക 1/f അല്ലേ വരിക. ഓക്കെ, P ഈക്വൽ എന്താ വരിക 1/f ആണല്ലോ. ഇതൊന്ന് ഫോക്കൽ ലെങ്ത്തിന്റെ ഇക്വേഷൻ എഴുതിക്കോടെ, F ഈക്വൽ എന്ത് വരും 1/p എന്ന് വരും. ക്ലിയർ ആണോ? സോ നമുക്ക് കോമ്പിനേഷൻ ഓഫ് ലെൻസിന്റെ ടോട്ടൽ പവർ എത്രയാണ് 4 ഡയോപ്റ്റർ അല്ലേ. സോ F ഈക്വൽ എന്ത് വരും 1/4 എന്ന് വരില്ലേ. സോ 1/4 നമ്മൾ ചെയ്യുകയാണെങ്കിൽ മക്കളെ ആൻസർ എത്രയാണ് വരിക, 1/4 എത്രയാണ് 0.25 സെന്റിമീറ്റർ. ഫോക്കൽ ലെങ്ത് എത്രയാണ് 0.25 മീറ്റർ. ഓക്കെ, 0.25 മീറ്റർ എന്ന് കിട്ടി. സോ ഇതാണ് ഇതിൻ്റെ വരിക, 2 തിൻ ലെൻസുകൾ തമ്മിലുള്ള പവറിൻ്റെ കോമ്പിനേഷൻ ചോദിച്ചിട്ട് അതിൻ്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇത് ഓൾറെഡി ഇതെല്ലാ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ച ഇക്വേഷൻസ് ആണ്. പക്ഷെ എന്താണ് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് എന്താവരുത്, പാനിക്കായി പോകരുത്. സോ ഇത്രയേ ഉള്ളൂ എന്ത് റേ ഒപ്റ്റിക്സ് മാക്സിമം ചോദിക്കാനുള്ള ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ മെയിനായിട്ട് ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത 3 പ്രോബ്ലം എന്ത് ചെയ്യുക, വൃത്തിക്ക് എന്ത് ചെയ്യുക നോക്കുക. ഓക്കെ, പിന്നെ നമുക്ക് ചാൻസസ് വല്ല 1 മാർക്കിനോ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണത് നമ്മുടെ ക്രിറ്റിക്കൽ ആംഗിളിലെയും അതുപോലെ തന്നെ പവറിൻ്റെ ഒക്കെ എന്താണ് ക്വസ്റ്റ്യൻസ്. അതും കൂടി നോക്കിക്കഴിഞ്ഞാൽ റിഫ്രാക്റ്റീവ് റേ ഒപ്റ്റിക്സിൽ വരാൻ ചാൻസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. മക്കളെ നെക്സ്റ്റ്
ലാസ്റ്റ് ക്ലാസ്സിലെ ചാപ്റ്റർ ഏതായിരുന്നു? ന്യൂക്ലിയ ആയിരുന്നു. അതിലുള്ള പ്രോബ്ലം കൂടി ഡിസ്കസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, സന്തോഷമായിട്ട് എന്ത് ചെയ്യുക, വൈൻഡ് ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ. ഇതുവരെ എല്ലാവർക്കും റേ ഒപ്റ്റിക്സിന്റെ കാര്യം ക്ലിയർ ആണോ? ഓക്കെ ആണോ? സെറ്റ് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ന്യൂക്ലി അല്ല മക്കളെ, എക്സാമിന് എന്തായി? പഠിത്തമൊക്കെ തുടങ്ങി, ഏകദേശം റിവിഷനൊക്കെ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു എന്നാണോ, അതോ തുടങ്ങാൻ പോകണു എന്നുള്ളതാണോ? മക്കളെ റിവിഷൻ തുടങ്ങി എത്ര പേരുണ്ട് പ്ലസ് ടുവിൻ്റെ? ആ, എല്ലാം സെറ്റാണ് അല്ലേ? മാർക്ക് വരുമ്പോൾ സെറ്റ് കാണണം കേട്ടോ സാറേ. ഒരു മിനിറ്റ്, ആ സെറ്റാണെന്ന് പറഞ്ഞിട്ട് ഹാൻഡ് റൈസ് ചെയ്യ്, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, എന്നിട്ട് മാർക്ക് വരുമ്പോൾ നോക്കാം എത്ര. അതെ, കോൺഫിഡൻസോട് കൂടി കാണിച്ചു കൊടുക്കണം. അതൊക്കെ 10ാം ക്ലാസ് അല്ല പ്ലസ് ടു ആണ് എന്നുള്ളൊരു കോൺഫിഡൻസോട് കാണിച്ചാൽ മതിട്ടാ. പേടിപ്പിക്കൊന്നുമില്ല. നിങ്ങൾ 10 കഴിഞ്ഞു, പ്ലസ് 1 കംപ്ലീറ്റ് ചെയ്തു, ഇനിയിപ്പോൾ അതിൽ കൂടുതലൊന്നുമില്ലല്ലോ. 10 കഴിഞ്ഞ് പ്ലസ് 1 എത്തിയ സമയത്ത് പിന്നെ എന്തുണ്ടാവും? ഒരു പ്രശ്നം ഉണ്ടാവും, അയ്യോ ഇതെന്താ സംഭവം എന്ന്. അപ്പം പിന്നെ ഞങ്ങൾ അടികൊണ്ട് ശീലമായി സാറേ, ഇതൊന്നും പ്രശ്നമുള്ള കേസല്ല. പ്ലസ് 2 ഒക്കെ എന്ത്, പ്ലസ് 1 കൂടി തന്നെ എല്ലാം കൂടി തീരുമാനമായി. ആ, ഉഷാറോടുകൂടി കാണിക്കുക പറഞ്ഞപ്പോൾ ഹാൻഡ് റൈസ് ചെയ്ത ആൾക്കാരുടെ എണ്ണം കുറഞ്ഞല്ലോ മക്കളെ. ഒരു ഒറ്റ കാര്യം ചോദിച്ചത്, റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്തേക്കുക, സ്റ്റാർട്ട് ചെയ്തേക്കുക. ഓക്കെ, പഠിച്ച കാര്യങ്ങൾ ഇപ്പം നൈറ്റ് ക്ലാസ് ആണെങ്കിലും പഠിക്കുകയാണെങ്കിലും എന്താണ് ഒരു ദിവസം പഠിച്ച കാര്യം നെക്സ്റ്റ് ഡേ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. അടുത്ത ദിവസം അന്ന് പഠിച്ച അടുത്ത ദിവസത്തേക്ക് റിവൈസ് ചെയ്യുന്നതിൻ്റെ കൂടെ മുൻപ് പഠിച്ചതും കൂടി എന്ത് ചെയ്യുക, കണ്ടിന്യൂ ആയിട്ട് റിവൈസ് ചെയ്തിട്ട് പോവുക. നമ്മൾ ഈ എന്താ പറയുക, വീട്ടിൽ നാമം ജപിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥനയൊക്കെ പഠിക്കുക പറയില്ലേ, ഒരു ദിവസം ചെയ്തതിനെ വീണ്ടും 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 ചെയ്യില്ലേ, റിപ്പീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ പഠിച്ചതൊന്നും മറക്കില്ല. ലാസ്റ്റ് എക്സാമിന് തലേ ദിവസം നോക്കുന്ന സമയത്ത് എല്ലാം പുതുതായിട്ട് എന്തില്ല തോന്നുന്നില്ല. സോ എപ്പോഴും ഒരു ദിവസം പഠിച്ചത് നെക്സ്റ്റ് ദിവസം പഠിക്കുമ്പോൾ ഒരു അരമണിക്കൂർ എടുക്കുമായിരിക്കും. അടുത്ത ദിവസം വീണ്ടും ആ സാധനം എന്താണ് ഫസ്റ്റ് ദിവസം റിപ്പീറ്റ് ചെയ്യുമ്പോൾ വെറും 10 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യും, പരിപാടി അവസാനിക്കും. ഒരു 4 ദിവസം കഴിഞ്ഞാൽ നിനക്കൊരു ചാപ്റ്റർ നോക്കാൻ മാക്സിമം 5 മിനിറ്റ് എന്തുണ്ടാവുള്ളൂ, വേണ്ടി തരുള്ളൂ. കാരണം ഓൾറെഡി നിന്റെ തലയിലെല്ലാം സ്റ്റോർ ആയിരിക്കും, നിനക്ക് ഡൗട്ട്സുകൾ മാത്രം ചെയ്യാൻ മതി, കവർ ചെയ്ത് പോയാൽ മതി. സോ അത് ശ്രദ്ധിക്കുക. ഒരിക്കലും ഒരു പ്രാവശ്യം പഠിച്ചത് അടുത്ത ദിവസത്തേക്ക് നെക്സ്റ്റ് പഠിക്കുമ്പോൾ ഈ സാധനം അവിടെ വെച്ച് തൊടാതെ എന്ത് ചെയ്യരുത്, ഇരിക്കരുത്. റിപ്പീറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുന്നത്, കണ്ണോടിച്ചിട്ടെങ്കിലും എന്ത് ചെയ്യുക, ഒന്ന് പോയി കഴിഞ്ഞാൽ എല്ലാ കാര്യവും ഓർമ്മയിലുണ്ടാവും കേട്ടോ. സോ മക്കളെ നോക്കടാ, ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ആണ്. 2 ന്യൂക്ലി ഹാവ് മാസ് നമ്പർ ഈസ് ഇൻ ദ റേഷ്യോ 1:64. വാട്ട് ഈസ് ദി റേഷ്യോ ഓഫ് ദെയർ ന്യൂക്ലി റേഡി എന്നതാണ് ചോദ്യം. സോ ഈ ക്വസ്റ്റ്യനിൽ മക്കളെ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിച്ചോ, രണ്ടിൻ്റെയും മാസ് നമ്പർ തന്നിട്ടുണ്ട്. ന്യൂക്ലിയസിൻ്റെ കേസിൽ, ന്യൂക്ലിയസ് എന്ന ചാപ്റ്ററിൽ മക്കളെ മാസ് നമ്പറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഏത് ലെറ്ററിലാടാ? ഓക്കെ, എല്ലാവരും കാണിക്കുന്നത് എന്താണ്? എ ആണ്. അറ്റോമിക് നമ്പറോ? അതിപ്പോൾ എങ്ങനെ കാണിക്കും? ആ കാണിച്ചോ. ആ തിരിച്ചിട്ടോ, അത് പോലെ തോന്നുന്നില്ലേ? ആ ഇതെന്താ സംഭവം? ഇതെന്താ വാക്കോവറോ? സോ സെഡ് ആണ് അറ്റോമിക് നമ്പറും എ ആണ് മക്കളെ എന്ത്, മാസ് നമ്പറും. സോ തന്നിരുന്ന റേഷ്യോ എത്രയാ? 1:2. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുള്ള പ്രോബ്ലം ആണ് കേട്ടോ. 64 ആണ് റേഷ്യോ തന്നിരിക്കുന്നത്. സോ A1 ആൻഡ് A2, എയും 1 എത്രയാണ്? A1 ആണ്. 64 എത്രയാണ്? A2 ആണ്. മാസ് നമ്പർ ആണ്, രണ്ടെണ്ണം തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു, 2 ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെ എഴുതാം? A1/A2 which is equal to 1/64 എന്ന് എഴുതാലോ. ഓക്കെ, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദെയർ ന്യൂക്ലി? മക്കളെ റേഷ്യോ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അതിന് റേഷ്യോ ശ്രദ്ധിക്ക്, റേഡിയസും മാസ് നമ്പറും വെച്ച് ഒരു റിലേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല മക്കളെ. എന്താ റിലേഷൻ ഉണ്ടാ? റേഡിയസും അതുപോലെ മാസ് നമ്പറും വെച്ചിട്ടുള്ള റിലേഷൻ എന്താ പഠിച്ചിരിക്കുന്നത്? R is equal to R0 A⁻1/3. ഇന്നലെ പ്രദീപ് സാർ പഠിപ്പിച്ചില്ലേ? R is equal to R0 A⁻ എന്താണ്? 1/3 ആണ്. ശ്രദ്ധിക്ക്, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഇതിൽ R is equal to R0 A⁻1/3. R0 എപ്പോഴും എന്തായിരിക്കും? വാല്യൂ കോൺസ്റ്റന്റ് ആണ്. R എന്താണ്?
ഫസ്റ്റ് ന്യൂക്ലിയുടെ റേഡിയസും ഓക്കെ ആരെന്ന് പറഞ്ഞാൽ ഫസ്റ്റിൻ്റെ ആവാം, അതുപോലെ എന്ത് ചെയ്യാം സെക്കൻഡിൻ്റെ ആവാം. സോ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? A1/A2 എഴുതിയപ്പോൾ എങ്ങനെ എഴുതിയേക്ക് R1/R2 ഇസ് ഈക്വൽ ടു ഓക്കെ R1ൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? R0 കോൺസ്റ്റന്റ് ആണ്. എയുടെ വാല്യൂ എത്രയാണ് മക്കളെ? ഫസ്റ്റ് വണ്ണിൻ്റെ A1 അല്ലേ? സോ A1/1/3 ഡിവൈഡഡ് ബൈ R2 ആണെങ്കിലോ R0 കോൺസ്റ്റന്റ് നമ്മൾ എഴുതി. R2 ആണെങ്കിൽ എന്തായിരിക്കും മാസ് നമ്പർ എത്ര ആയിരിക്കും? A2/1/3. ഇത് എഴുതാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഓൾറെഡി ഇക്വേഷൻ നമുക്കറിയാം. R1 R2 സെപ്പറേറ്റ് ആയിട്ട് ഇത് എഴുതി. മക്കളെ രണ്ടിൽ R0 എന്തായി പോവും? ക്യാൻസൽ ആയി പോകും. സോ R1/R2 ഈസ് ഈക്വൽ ടു A1/A2 എന്താണ് ഹോൾ റൈസ് ടു 1/3 അല്ലേ? സോ A1/A2 സെപ്പറേറ്റ് 1/3 എഴുതുന്നതിന് പകരം ഒരുമിച്ച് എഴുതിക്കോടെ. സോ R1/R2 ഈസ് ഈക്വൽ ടു എന്ത് വരൂടാ? A1/A2 ഹോൾ റൈസ് ടു 1/3. കുഴപ്പമില്ലല്ലോ. ഇതിൽ A1ൻ്റെയും A2ൻ്റെയും വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദെയർ ന്യൂക്ലി? സോ R1/R2 ആണ് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. സോ എന്താണ് A1ൻ്റെ വാല്യൂ എത്രയാ? 1ഉം A2ൻ്റെ വാല്യൂ എത്രയാ? 64ഉം ഹോൾ റൈസ് ടു 1/3. സോ മക്കളെ ക്യൂബ് റൂട്ടാണ് എന്ത് ചെയ്യേണ്ടത്? എടുക്കേണ്ടത്. ഇവിടെ ചെയ്യുന്ന സമയത്ത് R1/R2 ഈസ് ഈക്വൽ ടു മക്കളെ 1ൻ്റെ ക്യൂബ് റൂട്ട് എന്താണ് വരിക? 1ന് നീ എങ്ങനെ ചെയ്താലും എന്താ ആൻസർ വരുള്ളൂ? 1 തന്നെ വരുള്ളൂ. ഡിവൈഡ് ബൈ 64ൻ്റെ ക്യൂബ് റൂട്ട്. അതായത് ഏത് നമ്പറാണ് 3 തവണ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? 64 കിട്ടുക എന്നതാണ് അറിയേണ്ടത്. ഏതാ മക്കളെ വരിക? 2 ആണോ അതോ 3 ആണോ? ഏതാണ്? 4 ആണ്. 4 × 4 എത്രയാണ്? 16 ആണ്. 16 × 4 എത്രയാണ്? 64 ആണ്. സോ എന്ത് എഴുതാ? 4 എന്ന് എഴുതാലോ. സോ 1/4. സോ R1 ആൻഡ് R2 രണ്ട് റേഡിയസിൻ്റെയും കൂടിയിട്ടുള്ള ഓക്കെ ശ്രദ്ധിക്ക് രണ്ട് ന്യൂക്ലിയർ റേഡിയസിൻ്റെയും റേഷ്യോ നമുക്ക് എന്താ എഴുതാം? R1:R2 ഈസ് ഈക്വൽ ടു 1:4 എന്ന് എന്ത് കിട്ടി? റേഷ്യോ കിട്ടി. ഓക്കെ 1:4 എന്ന് കിട്ടിയോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കടാ മക്കളെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? സെറ്റ് അല്ലേ? ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്ന ഒരു ഡൗട്ടാണോ മക്കളെ? അല്ല. ഓക്കെ എന്നെ ടെൻഷൻ ആക്കരുത്, സമയം കുറവ് അതുകൊണ്ടാണ്. സോ R1:R2 ഈസ് ഈക്വൽ ടു 1:4 എന്ന് കിട്ടി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേക്ക്. വാട്ട് ഈസ് ദി റേഷ്യോ ഓഫ് ദെയർ ന്യൂക്ലിയർ ഡെൻസിറ്റി എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ രണ്ട് ന്യൂക്ലിയസിൻ്റെയും ഡെൻസിറ്റിയിൽ ഉണ്ടാകുന്ന റേഷ്യോ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. എടാ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ന്യൂക്ലിയർ ഡെൻസിറ്റി എത്രയാണ്? റേഷ്യോ ആരാ വന്നിരിക്കണേ? ശ്രീഭദ്രേ വരൂ. അതെ 0 ആയിരിക്കില്ല. 0 അല്ല, ഇൻഡിപെൻഡൻ്റ് ആണ്. നീ പറഞ്ഞ കോൺസെപ്റ്റ് കറക്റ്റ് ആണ്. പക്ഷെ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. എന്താവില്ല? എല്ലാത്തിനും ഒരേ ന്യൂക്ലിയർ ഡെൻസിറ്റി ആയിരിക്കും. വ്യത്യാസം ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ റേഷ്യോ നമുക്ക് എത്രയെന്ന് പറയാം? റേഷ്യോ എന്തായിരിക്കും? 1:1 ആണ് എന്ത് വരിക? റേഷ്യോ വരിക. നീ എന്ത് റേഡിയസ് മാറ്റിയാൽ ന്യൂക്ലിയർ ഡെൻസിറ്റി എന്തായിരിക്കും? സെയിം ആയിരിക്കും. 1:1 ആണ് എന്ത് വരിക? റേഷ്യോ വരിക. എടാ ഇതിൽ ഈ രണ്ട് ക്വസ്റ്റ്യൻ അല്ലാണ്ട് പിന്നീട് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ഓക്കെ ഈ രണ്ട് ന്യൂക്ലിയുടെയും വോളിയത്തിൻ്റെ റേഷ്യോ എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വോളിയത്തിൻ്റെ റേഷ്യോ എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. വോളിയത്തിൻ്റെ റേഷ്യോ അഥവാ ചോദിക്കുകയാണെങ്കിൽ മക്കളെ ശ്രദ്ധിച്ചോ, എന്താണോ രണ്ടിൻ്റെയും മാസ് നമ്പറിൻ്റെ റേഷ്യോ, മാസ് എത്രയാണോ നമ്മൾ നമ്മൾ എന്താ പറയുക, ഒരു ഒബ്ജക്റ്റിൻ്റെ വോളിയം കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ അത് മാസ് എന്ന് പറയുന്നത് എന്താ? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്നാണ് അടങ്ങിയിരിക്കുന്നത്. ഇതാണ് എന്ത് പറയുന്നത്? നമ്മൾ മാസ് എന്ന് പറയുക. എത്രത്തോളം ഇതിൻ്റെ ഒരു വോളിയത്തിൽ അടങ്ങിയിരിക്കുന്നത് കോൺസെപ്റ്റില്ലേ പറയുക. സോ അതുകൊണ്ട് തന്നെ വോളിയമാണ് ചോദിക്കുന്നതെങ്കിൽ ആ രണ്ട് ന്യൂക്ലിയസിൻ്റെയും മാസ് നമ്പറിൻ്റെ റേഷ്യോ എന്താണോ അത് തന്നെയായിരിക്കും ഏതിൻ്റെ റേഷ്യോയും വരിക? വോളിയത്തിൻ്റെ റേഷ്യോയും വരിക. അതെന്ത് തന്നെയായിരിക്കും? 1:64 ആയിരിക്കും. ഓക്കെ എന്താണോ മാസ് നമ്പറിൻ്റെ റേഷ്യോ ന്യൂക്ലിയുടെ അത് തന്നെയാണ് ഏതിൻ്റെ റേഷ്യോ വരിക? വോളിയത്തിൻ്റെ റേഷ്യോ എന്ത് ചെയ്യുക? വരിക. സോ ശ്രദ്ധിക്ക്
ന്യൂക്ലിയർ റേഡിയം ആണ് ചോദിച്ചെങ്കിൽ എന്ത് ചെയ്ത് കണ്ടുപിടിക്കുക, R0 A⁻1/3 ഇക്വേഷൻ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. ഇനി അതല്ല റേഡിയസിന് പകരം ഡെൻസിറ്റി ആണ് ചോദിച്ചെങ്കിലോ ഡെൻസിറ്റി എപ്പോഴും എന്തായിരിക്കും 1:1 ആയിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും, എന്തുണ്ടാവില്ല, വ്യത്യാസം ഉണ്ടാവില്ല. നെക്സ്റ്റ് വോളിയം ആണ് ചോദിക്കുന്നെങ്കിലോ എന്താണോ മാസ് നമ്പറിന്റെ റേഷ്യോ ആ സെയിം റേഷ്യോ ആണ് ഏതിനുണ്ടാവുക, വോളിയത്തിനുണ്ടാവുക, 1:64 തന്നെയായിരിക്കും. മക്കളെ ഈ സാധനം ക്ലിയർ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ. എടാ ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേ ടൈപ്പിൽ ഇതുപോലെയാണ് മാസ് ഡിഫക്റ്റിന്റെ കോൺസെപ്റ്റിൽ ഒരു പ്രോബ്ലം കൂടി എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് ന്യൂക്ലിയസിൽ ചോദിക്കാറുണ്ട്. അതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി നിങ്ങളെ ഞാൻ എന്തില്ല ഇരുത്തി ബുദ്ധിമുട്ടിക്കില്ല. ഓക്കെ, പരിപാടി എന്ത് ചെയ്തേക്കാം, കംപ്ലീറ്റ് ചെയ്യാം. സോ ലാസ്റ്റ് പ്രോബ്ലം ആണ്, ശ്രദ്ധിച്ചേക്കട്ടെ മക്കളെ. ഓക്കെ എടാ, obtain the binding energy in mega electron volt of a nitrogen nucleus given mass number 14.00307 ആണെന്ന് ഇതിൻ്റെ തന്നിട്ടുണ്ട്. സോ മക്കളെ കണ്ടുപിടിക്കാൻ ഒറ്റ കാര്യമുള്ളൂ, ബൈൻഡിങ് എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. ബൈൻഡിങ് എനർജി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഓക്കെ ഫസ്റ്റ് എന്തറിയണം, മാസ് ഡിഫക്റ്റ് എന്താണെന്ന് എന്ത് ചെയ്യണം, അറിയണം. മക്കളെ നിങ്ങൾ ഇന്നലെ ഓൾറെഡി മാസ് ഡിഫക്റ്റ് പഠിച്ചതല്ലേ, ആരെങ്കിലും പറയാൻ പറ്റുമോ മാസ് ഡിഫക്റ്റ് എന്താന്നുള്ള കേസ്? ഇക്വേഷൻ അല്ല, എന്താണ് മാസ് ഡിഫക്റ്റ് എന്ന് പറയാൻ പറ്റുമോ? ഞാൻ പ്രദീപ് സാറിനോട് പറഞ്ഞു കൊടുക്കും, നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. ആ മാസ് ഡിഫക്റ്റ് എന്താന്നുള്ളത് ഓക്കേടാ, കറക്റ്റാടാ, വെരി ഗുഡ്. ടോട്ടൽ മാസ് ഓഫ് ദി ന്യൂക്ലിയസും അതുപോലെ ആക്ച്വൽ മാസ് ഓഫ് ദി ന്യൂക്ലിയസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് മാസ് ഡിഫക്റ്റ് എന്ന് പറയാം. നമ്മൾ സാധാരണ ന്യൂട്രോണും പ്രോട്ടോണും കൂടിയാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. സോ ന്യൂട്രോണും പ്രോട്ടോണും കമ്പൈൻ, ഇപ്പോൾ 5 കിലോഗ്രാം ന്യൂട്രോണും 5 കിലോഗ്രാം പ്രോട്ടോണും എന്നുണ്ടെങ്കിൽ രണ്ടും കൂടി എന്ത് ചെയ്യും, കമ്പൈൻ ചെയ്തിട്ട് ഓക്കെ എത്ര വരണം, നമുക്ക് 10 വരേണ്ടത്. പക്ഷേ ആക്ച്വലി രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ എന്താ വരുള്ളൂ, നമുക്ക് എന്താണ് കിലോഗ്രാം കുറഞ്ഞെന്നുള്ളൂ വരുള്ളൂ. നമ്മൾ ആ ഒരു ചേഞ്ചിനാണ് എന്താ പറയുക, ചേഞ്ച് ഇൻ ആ കിലോഗ്രാം എന്ന് പറയുക മാസ് ഡിഫക്റ്റ് എന്ന് പറയുക. ഈ പറയുന്ന മാസ് ഡിഫക്റ്റിന് ഓക്കെ ഡെൽറ്റ എം വെച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യും. ഈ മാസ് ഡിഫക്റ്റ് വരാനുള്ള ചാൻസ് ആണ് എന്ത്, എന്തായിട്ട് പോയിണ്ടാവും, ഈ ലെസ് ആയിട്ടുള്ള മാസ് എനർജി ആയിട്ട് എന്താവും കൺവേർട്ട് ചെയ്ത് പോയിണ്ടാവും. അതിനെന്താ പറയുക, നമ്മൾ ബൈൻഡിങ് എനർജി എന്ന് എന്ത് ചെയ്യാറ് പറയാറ്. സോ മക്കളെ ഇതിൽ ശ്രദ്ധിക്ക്, ഏറ്റവും മെയിനായിട്ട് പഠിക്കേണ്ട കാര്യം മാസ് ഡിഫക്റ്റ് കണ്ടുപിടിക്കുക, ഇതിൻ്റെ ഇക്വേഷനാണ്. സോ ഇക്വേഷൻ്റെ കേസ് ശ്രദ്ധിച്ചോ, എം is equal to ഡെൽറ്റ എം വിച്ച് is equal to എന്തൊക്കെയാണുള്ള കാര്യം നോക്കിക്കോ, ന്യൂട്രോണും ഉണ്ടാവും പ്രോട്ടോണും ഉണ്ടാവും. ഓക്കെ, പ്രോട്ടോൺ എന്തുണ്ട്, അറ്റോമിക് നമ്പർ ഉണ്ട്, മറ്റേതെന്തുണ്ട്, മാസ് നമ്പർ ഉണ്ട്. സോ കോമ്പിനേഷൻ അനുസരിച്ച് കറക്റ്റായിട്ട് എന്താണ് നോക്കിക്കോ, സെഡ് എന്താണ് അറ്റോമിക് നമ്പർ ആണ്, എം എന്താ മക്കളെ മാസ് നമ്പർ ആണ്. പ്രോട്ടോണിൻ്റെ ഓക്കെ എന്ത് പറയും, എം പി എന്നും ന്യൂട്രോൺ എന്ത് ചെയ്യും, എം എൻ എന്ത് ചെയ്യും പറയും. സോ ആ കോൺസെപ്റ്റിൽ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്ക്, വേറെ ഓപ്ഷൻ നമുക്ക് എന്തെങ്കിലും ഇല്ല. സോ സെഡ് ഇൻറ്റു എം പി പ്ലസ് എ മൈനസ് സെഡ് ഇൻറ്റു എന്താടാ എം എൻ. എം പി എന്താണ് പ്രോട്ടോൺ, എൻ എന്താ മക്കളെ നമുക്ക് ന്യൂട്രോൺ ആണ്, മൈനസ് ഏതിൻ്റെ ന്യൂക്ലിയസിന് എന്താണ് മാസ്. സോ ഇതാണ് ഏതിൻ്റെ വരിക, മാസ് ഡിഫക്റ്റിൻ്റെ ഇക്വേഷൻ എന്ത് ചെയ്യുക വരിക. സെഡ് എന്താ മക്കളെ, സെഡ് എന്താണ് അറ്റോമിക് നമ്പറാണ്, എ എന്താണ് ഒബ്ജക്റ്റിൻ്റെ മാസ് നമ്പറാണ്. സോ ഇത്രയും സംഭവം എന്ത് ഉള്ളൂ കോൺസെപ്റ്റ് പഠിക്കാനുള്ളൂ. ഇതിൽ എം പിയും എം എന്നും വാല്യൂ എന്തായിരിക്കും, കോൺസ്റ്റന്റ് വാല്യൂസ് ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എ മൈനസ് സെറ്റ് നമുക്ക് എന്ത് ചെയ്യുക, അറ്റോമിക് നമ്പർ മാസ് നമ്പർ എന്ത് ചെയ്യുക, എ മൈനസ് സെറ്റ് കണ്ടുപിടിച്ചോടെ. മൈനസ് എമ്മിൻ്റെ വാല്യൂ എത്ര തന്നിട്ടുണ്ട്, 14.00307 ആണ് തന്നിട്ടുണ്ട്. സോ ഇതിൽ വാല്യൂസ് എടുത്ത് എഴുതിയേക്ക്. എടാ നമുക്ക് തന്നിരിക്കുന്ന ന്യൂക്ലിയസ് എന്താണ് 14ഉം 7ഉം തന്നിട്ടുണ്ട്. എടാ 14ഉം 7ലും ശ്രദ്ധിക്കേണ്ട കേസ് ഏതാ മക്കളെ അറ്റോമിക് നമ്പർ, ഏതാ മക്കളെ മാസ് നമ്പർ ഒന്ന് പറഞ്ഞേ. 14 and 7 ഏതാണ് അറ്റോമിക് നമ്പർ, ഏതാണ് മക്കളെ മാസ് നമ്പർ വരിക? ആ അർജുന പറയടാ. 14 എന്ന് പറഞ്ഞ എത്രയാണ് മാസ് നമ്പർ, സെഡ് സീക്വൽ എത്രയാണ് 14 എന്നാണ്
14 അറ്റോമിക് നമ്പർ ആണോ മാസ് നമ്പർ ആണോ? നീ എന്നെ കൺഫ്യൂഷൻ ആക്കുമോ? ഓക്കെ, സെഡ് ഇസ് ഈക്വൽ ടു, എടാ സെഡ് എന്ന് പറയണത് മക്കളെ, സെഡ് എന്ന് പറയുന്നത് എത്രയാണ്? 7 ആണ്. ഓക്കെ, 14 എന്ന് പറഞ്ഞാൽ എന്താ? ഇനി അർജുന നേരാണെന്ന് പറ, മാസ് നമ്പർ ഏതാ? ആ, അറ്റോമിക് നമ്പറോ? അർജുനും കൂടെ ഒരു ഉപകാരമുണ്ട്, ഒരു കാര്യം പറഞ്ഞേക്കാം. ഇത് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം. ഈ രണ്ട് സാധനം എന്ത് ചെയ്യും? അങ്ങോട്ടേക്ക് ഇങ്ങോട്ട് എന്ത് ചെയ്യും? മാറിപ്പോകും. സെഡ് എന്താണ് മക്കളെ? അറ്റോമിക് നമ്പർ ആണ്. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ മാസ് നമ്പറിന്റെ റേഷ്യോ പറഞ്ഞാൽ ഏത് എഴുതിയിട്ടുണ്ടായിരുന്നു? എയിൽ എഴുതിയിട്ടായിരുന്നു. സോ എ എന്താണ്? മാസ് നമ്പർ ആണ്. സെഡ് എന്താണ്? അറ്റോമിക് നമ്പർ ആണ്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്ത് പോകരുത്? മാറിപ്പോകരുത്. ഓക്കെ, സോ കറക്റ്റ് ആയിട്ട് എഴുതിയേക്ക്. അല്ലെങ്കിൽ എന്താണ് പഠിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് കോൺസെപ്റ്റ്? ഓക്കെ, എ ടു സെഡ് അല്ലേ മക്കളെ ആൻസർ വരിക? നമ്മുടെ എ ടു സെഡ് ആണ് എന്ത് വരിക? ആൽഫബറ്റ്സ് എന്ത് ചെയ്യുക? ഉണ്ടായിരിക്കുക. എ എന്താണ്? ഫസ്റ്റ് ആണ്. സെഡ് എന്താണ്? ലാസ്റ്റ് ആണ്. ഇങ്ങനെയല്ലേ എഴുതുക? സോ ഫസ്റ്റ് ഉള്ളത് ഹൈറ്റ് ഫസ്റ്റ് ഉള്ളത് ഏതായിരിക്കും? എ ആയിരിക്കും. ലാസ്റ്റ് ഉള്ളത് ഏതായിരിക്കും? സെഡ് ആയിരിക്കും. ആലോചിച്ചു. ആൽഫബറ്റ്സ് സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് ഏതാണ് വരുന്നത്? മുകളിൽ വരുന്നത് ഏതാണ്? എ ആണ്. അവസാനം വരുന്നതാണ് ഇത് സെഡ് വരിക. സോ വാല്യൂസ് എഴുതുമ്പോഴും മുകളിലുള്ളവൻ ഏതായിരിക്കും? ഫസ്റ്റ് വരുന്നവനായിരിക്കും. താഴെയുള്ളത് ഏതായിരിക്കും? ലാസ്റ്റ് വരുന്നവനായിരിക്കും. സോ എയും സെറ്റും. ആ കോൺസെപ്റ്റ് നിങ്ങൾക്ക് എങ്ങനെയാണോ പഠിക്കാൻ എളുപ്പം അതുപോലെ എന്തെങ്കിലും സെറ്റ് ചെയ്തേക്ക്. സോ എ 14 സെറ്റ് എന്താണ്? 7. ഇനി മാസ് ഓഫ് പ്രോട്ടോണും അതുപോലെ എന്താണ് ന്യൂട്രോണും മക്കളെ വാല്യൂസ്. ഇതിന്റെ വാല്യൂസ് എന്ത് ചെയ്യണം? ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്ക്. വേർ എം പി ഈസ് ഈക്വൽ ടു 1.007825 അതേപോലെ എം എന്നിൻ്റെ വാല്യൂ ഓക്കെ 1.008665 ഓക്കെ. ഇതാണ് കോൺസ്റ്റന്റ് വാല്യൂസ് ആയിരിക്കും. എമ്മിൻ്റെ വാല്യൂ എന്ത് ചെയ്തിട്ടുണ്ട്? ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? ക്വസ്റ്റ്യനിൽ തന്നെ ഗിവൺ എം ഈക്വൽ ആണ് 14.003007 ആണ് എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. സോ വാല്യൂസ് എല്ലാം ആയില്ലേ? ശ്രദ്ധിച്ചോ, എം പിയും എം എനും കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? കണ്ടുപിടിക്കാൻ പോകേണ്ട ആവശ്യമില്ല. എപ്പോഴും ഒരേ വാല്യൂ തന്നെ ആയിരിക്കും. പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും. ക്യാപിറ്റൽ എം എന്നുണ്ടാവും, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ഓക്കെ, കണ്ടുപിടിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ത് മാത്രമേ ഉള്ളൂ? ഈ പറയുന്ന എന്താണ് സെറ്റപ്പിൽ നിന്ന് അറ്റോമിക് നമ്പർ ഏതാണ്, അതുപോലെ തന്നെ മാസ് നമ്പർ ഏതാണ് മാത്രം നമ്മൾ എന്ത് ചെയ്യുക? സാധനം കണ്ടുപിടിക്കുക. ഏതാണ് അറ്റോമിക് നമ്പർ, ഏതാണ് മാസ് നമ്പർ എന്ന് മാത്രം നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ബാക്കി ഒരു പ്രശ്നമൊന്നുമില്ല. സോ ഇക്വേഷൻ നോക്കി നോക്ക്. ഡെൽറ്റ എം ഈക്വൽ ടു മക്കളെ സെറ്റിന്റെ വാല്യൂ എത്രയാ? 7 ഇൻറ്റു പ്രോട്ടോണിന്റെ എത്രയാണ്? 1.007825 പ്ലസ് എ മൈനസ് സെഡ് അല്ലേ? എ എത്രയാണ്? 14 മൈനസ് 7 ഇൻറ്റു എന്ത് വരുവാടാ? ന്യൂട്രോണിന്റെ എന്താണ്? 1.008665 മൈനസ് 14.00307. സോ ഇതാണ് എന്ത്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യം. സയന്റിഫിക് കാൽക്കുലേറ്റർ എൻ്റെ കയ്യിലില്ല. നിങ്ങളൊന്ന് ആൻസർ പറയോ? മാസ് ഡിഫക്റ്റ് എത്ര വരിക എന്നുള്ളത്? ഡെൽറ്റ എമ്മിൻ്റെ വാല്യൂ എത്ര മക്കളെ വരിക? മക്കളെ ഡെൽറ്റ എമ്മിൻ്റെ വാല്യൂ എത്രയാണ് വരിക? 1. ആൻസറോ? 1.00727 ആണോ? നേരെ നോക്കി നോക്ക്. ആ ലാസ്റ്റത്തെ മൈനസ് 1.0727. ഓക്കെടാ, 7825. ചെറിയ വ്യത്യാസമല്ലേ? നമുക്ക് പ്രശ്നമുള്ള കേസല്ലല്ലോ. ഓക്കെടാ, മാസ് ഡിഫക്റ്റ് ഇസ് ഈക്വൽ ടു 0.11236. ഓക്കെ, മാസ് ഡിഫക്റ്റ് കിട്ടി. നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞ എന്താ? ഒബ്റ്റെയിൻ ദ ബൈൻഡിങ് എനർജിയാണ് ചോദ്യം. ഓക്കെ, ബൈൻഡിങ് എനർജിയുടെ ഇക്വേഷൻ എന്താ മക്കളെ വരിക? ഇ ബി അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എം ഇൻറ്റു
മാസ് ഡിഫക്റ്റ് ഇൻറ്റു 931 പോയിന്റ്. ഓക്കെ, എന്താണ് 5 അല്ലേ? 931.5 അല്ലേ വരിക? സോ ഇതിൽ ഡെൽറ്റ എമ്മിൻ്റെ വില എന്ത് കിട്ടി? 0.11236 എന്ത് ചെയ്തു കിട്ടി ഇൻറ്റു 931.5 ചെയ്ത് കഴിഞ്ഞാൽ എന്താ നമുക്ക് ഫൈനൽ ആൻസർ വരിക? പറഞ്ഞേ. 0.11236 ഇൻറ്റു 931.5 എന്താ നമുക്ക് ഫൈനൽ ആൻസർ വരിക? 104.66. യൂണിറ്റോ? ബൈൻഡിങ് എനർജി യൂണിറ്റോ? ഒന്നാമത്തെ സാധനം നമ്മൾ ഓർത്ത് പോലും വെക്കണ്ട. ക്വസ്റ്റ്യൻ എന്ത് കൊടുത്തിട്ടുണ്ട്? ഒബ്റ്റെയിൻ ദ ബൈൻഡിങ് എനർജി ഇൻ MeV. ഓക്കെ, മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്നുള്ള കാര്യം എന്തുണ്ട് ക്വസ്റ്റ്യനിലേക്ക് കൊടുത്തിട്ടുണ്ട്. സോ 104.6 ഇൻറ്റു MeV ആണ് വരിക. മക്കളെ ശ്രദ്ധിക്കുക, ഈ ഇക്വേഷൻ കാണാതെ എന്ത് ചെയ്തേക്കണം? പഠിച്ചേക്കണം. മാസ് ഡിഫക്റ്റിൻ്റെ. ഓക്കെ, Z എന്ന് പറയുന്നത് എന്താണ്? അറ്റോമിക് ആണ്. എ എന്താണ്? മാസ് നമ്പർ ആണ്. MP-യും MN-ഉം. ഓക്കെ, Z ഇൻറ്റു MP പ്ലസ് A മൈനസ് Z ഇൻറ്റു MN മൈനസ് M ആണ് വരിക. ഇതിൽ MP-യും MN-ഉം എന്തായിരിക്കും? കോൺസ്റ്റന്റ് വാല്യൂസ് ആണ്. Z-ഉം A-യും നമുക്ക് എവിടെ നിന്ന് കണ്ടുപിടിക്കുക? തന്നിരിക്കുന്നത് എന്താണ്? ഏതാണോ ന്യൂക്ലിയസ്, ന്യൂക്ലിയോൺ ഏതാണോ അതിന് എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. നൈട്രജൻ ആണെങ്കിൽ 14 എന്താണ്? അതിൻ്റെ മാസ് നമ്പറും 7 എന്താണ്? അറ്റോമിക് നമ്പറും ആണ്. എമ്മിൻ്റെ വാല്യൂ മാസ് ഓഫ് ദ ന്യൂക്ലിയസ് ഉണ്ടാവും, ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്ത് കണ്ടുപിടിക്കുക? മാസ് ഡിഫക്റ്റ് കണ്ടുപിടിക്കുക. മാസ് ഡിഫക്റ്റിനെ 931.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടി? ബൈൻഡിങ് എനർജിയുടെ വാല്യൂ എന്ത് ചെയ്യും? ഫൈനൽ ആൻസർ എന്ത് ചെയ്യും? കിട്ടും. ഓക്കെ, ഈ രണ്ട് ടൈപ്പ് പ്രോബ്ലം ആണ് ന്യൂക്ലിയിൽ നിന്ന് എന്ത് ചെയ്യാറ്? ചോദിക്കാറ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മാക്സിമം ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് എന്താണ്? രണ്ടാമത് മുമ്പ് നമ്മൾ ചെയ്ത പ്രോബ്ലം എന്ത് ചെയ്യാറുണ്ട്? മാക്സിമം എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. മക്കളെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണോടാ? പ്രോബ്ലംസ് ഓക്കെ ആണോ? ചെയ്യേണ്ട ഒരു കേസ് നമുക്ക് എന്താണ്? ഇതിൻ്റെ വീഡിയോ അപ്ലോഡ് ആവും. വീണ്ടും ഇരുന്ന് ആ പ്രോബ്ലംസ് എന്ത് ചെയ്യുക? നോട്ട് ചെയ്യുക. സ്വന്തമായി ചെയ്ത് നോക്കുക. കണ്ടു പഠിക്കാൻ നിൽക്കരുത്. ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്യുക? പഠിക്കുക. വൃത്തിക്ക് എന്ത് ചെയ്തേക്കുക? പഠിച്ചേക്കുക. എഴുതി തന്നെ എന്ത് ചെയ്യുക? പഠിച്ചേക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താവും? മാറിപ്പോവാനുള്ള ചാൻസുകൾ എന്താണ്? കൂടുതലാണ്. പിന്നെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് സമാധാനത്തോടു കൂടി എന്ത് ചെയ്യുക? നമ്മൾ അറിയുന്ന ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞ് എന്ത് ചെയ്യരുത്? സ്പീഡപ്പ് ആക്കാൻ നിൽക്കരുത്. നിന്ന് കഴിഞ്ഞാൽ പ്രോബ്ലം എന്താവും? കറക്ഷൻസ് വരാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. സോ മക്കളെ, എനിവേ താങ്ക് യുടാ.